നമസ്കാരം. ഇതുവരെയുടെ വിശേഷങ്ങളുമായി ഇതുവരെയുടെ അണിയറ പ്രവർത്തകർ നമ്മളോടൊപ്പം ചേരുന്നു. നമസ്കാരം. അല്ലേട്ടാ, ഇതുവരെ എന്താണ് ഇതുവരെ എന്നുള്ള സിനിമയുടെ കണ്ടന്റ്? ഇതുവരെ മെയിനായിട്ടും പ്രതിപാദിക്കുന്ന ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൻ്റെ ഒരു വിഷയമാണ്. ഇപ്പം പൊതുവേ എല്ലാവരും സംസാരിക്കുന്നത് 2023 തീപിടുത്തവും ആ സമയത്താണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടതാണോ, അങ്ങനെ മുൻകൂട്ടി കണ്ടിരുന്നോ എന്നൊക്കെയുള്ളൊരു ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് എങ്ങനെ ഉണ്ടായി, എന്തുകൊണ്ടുണ്ടായി, ആ ഒരു കാലഘട്ടത്തെ പരാമർശിച്ചുകൊണ്ടുള്ളൊരു സിനിമയാണിത്. അതായത് 2007 ശരിക്കും അവിടെ മാലിന്യം ഡംപ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ ആ കാലഘട്ടം തൊട്ട് അവിടുത്തെ ആൾക്കാരെ എവിക്റ്റ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. അതിനേക്കാൾ ഉപരി അത് ഒരു പ്രധാനപ്പെട്ട കൃഷിയിടം, ആൾക്കാർ 100ഓളം കുടുംബങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന ഒരു കൃഷിയിടം. 110 ഏക്കർ സ്ഥലമാണ്. 110 ഏക്കർ സ്ഥലം, 2 പുഴകളുടെ തീരമാണ് ഇവിടെ. കടമ്പ്രയാറിന്റെ ചിത്രപ്പുഴയുടെ ഇവിടെ ഒരു വീണ്ടു വിചാരവുമില്ലാതെ ഭരണകൂടവും കോടതിയും എല്ലാം കൂടെ തീരുമാനിക്കുകയാണ് അവിടെയാണ് ഏറ്റവും അനുയോജ്യമായ മാലിന്യം സംസ്കരിക്കാൻ. ഈ സംസ്കരണം എന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ റീസൈക്ലിങ് അതുപോലെയുള്ള, ഇപ്പോൾ നമ്മുടെ സംസ്കരണം എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ട് ഈ പുഴയുടെ തീരത്ത് ഡംപ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ദുരവസ്ഥ മനസ്സിലാക്കിയപ്പോഴത്തേനും അതിൻ്റെ പുറകെ പോയി കുറേ ഡീറ്റെയിൽസ് കിട്ടി, അതിൻ്റെ ഒരു സ്ക്രിപ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെയാണ് ഈ സിനിമയിലേക്കുള്ള ഒരു ഇത് വരുന്നത്. അപ്പോൾ ആ സബ്ജക്റ്റ് ഏകദേശം രൂപപ്പെട്ടപ്പം പിന്നെ ഞാൻ ഡോക്ടറെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അപ്പം അദ്ദേഹത്തിന് 100% ഇഷ്ടപ്പെട്ടു, നമുക്ക് മുമ്പോട്ട് പോകാമെന്ന് പറഞ്ഞു. പിന്നെ അതിന് പ്രധാന നടനെ കാസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പം എഴുതി വന്നപ്പോൾ തന്നെ ഏകദേശം ഷാജോൺ തന്നെയാണ് ഒരു രൂപമായി, നമുക്കൊരു എഴുത്തിൽ പലരുടെയും രൂപം തെളിഞ്ഞു വരും. അപ്പം അങ്ങനെ തെളിഞ്ഞു വന്ന ഒരു രൂപം ഷാജോൺ തന്നെയാണ്. ഷാജോൺ എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. ഷാജോൻ്റെ അടുത്ത് പോയി പറഞ്ഞപ്പോഴത്തേനും അദ്ദേഹം കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റിൽ ഒരുപാട് അറിയപ്പെടുന്ന ഒരു നടനാണ്. അപ്പം അതിന് എക്കണോമിക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു സിനിമയാണ്. അപ്പോൾ പറഞ്ഞില്ല, 100% ചേട്ടാ നമുക്ക് സിനിമ ചെയ്യാം, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ സിനിമ സംഭവിക്കുന്നത്. ഇതിലിപ്പോൾ പരിസ്ഥിതി പ്രശ്നമാണ് ഏറ്റവും മെയിനായിട്ടുള്ള. യഥാർത്ഥത്തിൽ ഇതിലെ കഥാപാത്രം എന്ന് പറഞ്ഞ പരിസ്ഥിതിയാണ്. അതെ. അപ്പം ഇതില് വെറും ബ്രഹ്മപുരം മാത്രമല്ല. ഞാൻ അല്ലാണ്ട് അറിയാം, ഞാൻ കൽക്കട്ടയിൽ വെച്ചാണ്, ഈ കൽക്കട്ട ഇന്റർനാഷണൽ ഫെസ്റ്റിവലിലാണ് ഈ സിനിമ കാണുന്നത്. കൽക്കട്ടയിൽ യഥാർത്ഥത്തിൽ സിനിമ കാണാൻ വേണ്ടി മലയാളികളല്ല കൂടുതലുണ്ടായിരുന്നു, ബംഗാളികളായിരുന്നു ഈ സിനിമ കാണാനുണ്ടായിരുന്നത്. അവർക്ക് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അപ്പം ഇതില് 2 സ്ഥലങ്ങളിലായിട്ടായി കഥ നടക്കുന്നത്. കൊച്ചി എന്ന് പറയുന്ന ഒരു ഈ നാഗരികതയുടെ ഭാഗമായി ഉണ്ടായ മാലിന്യവും അതിന്റെ സംസ്കരണവുമായി ബന്ധപ്പെട്ട വിഷയം. ഇതൊന്നും അല്ലാതെ നമ്മൾ ഏറ്റവും കൂടുതൽ നന്മകളാൽ സമൃദ്ധം എന്ന് പറയുന്ന സ്ഥലത്തും ഇതേപോലെയുള്ള മറ്റൊരു വിഷയം, പരിസ്ഥിതി വിഷയമാണ് ഇതിൽ പറയുന്നത്. ഇതിൽ തുടങ്ങിയ വിഷയമല്ല അവസാനിപ്പിക്കുന്നത്. അവിടെ നമുക്കറിയാം, പിന്നെ നമ്മുടെ ക്വാറികളുടെയും അനധികൃതമായി പ്രവർത്തിക്കുന്ന നിരവധി ക്വാറികൾ കേരളത്തിന്റെ പരിസ്ഥിതി എത്രത്തിൽ പശ്ചിമഘട്ടത്തെ എങ്ങനെ തകർത്തുകൊണ്ടിരിക്കുന്നുള്ളൊരു വലിയ വിഷയമാണ് ഇതിൽ കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ 2 വിഷയങ്ങളെ ക്ലബ് ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് ആ വിഷയത്തിലേക്ക് കടന്നത്? അത് ഈ തോട്ടിൽ ശരിക്കും പറഞ്ഞാൽ ബ്രഹ്മപുരമാണ് ചിന്തയിൽ വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു നറേറ്റീവില് വിക്രമൻ നായർ എന്ന് പറഞ്ഞ പ്രൊട്ടഗണിസ്റ്റിനെ പറ്റി ചിന്തിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ സ്കെച്ച് ഇട്ടപ്പോൾ അദ്ദേഹത്തിന് ഒരു ജന്മസ്ഥലം ഉണ്ടാവുമല്ലോ. എറണാകുളത്ത് ജനിച്ചു വളർന്ന് ബ്രഹ്മപുരത്തിൻ്റെ ദുരവസ്ഥ എന്ന്, അല്ലെങ്കിൽ ആ ബ്രഹ്മപുരത്ത് താമസിച്ചു എന്ന് പറയുന്നതിനേക്കാളും ആ ഒരു കാലഘട്ടം നമുക്ക് റീക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള, കാരണം നമ്മുടെ ഒരു കൊച്ചു ചിത്രമാണ്, അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് ചിത്രീകരിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഇദ്ദേഹം ഫാമിലിയും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടല്ലോ, അത് ആ ഒരു പെർസ്പെക്റ്റീവിൽ സിനിമയുടെ കഥ പറയാം എന്ന് വെച്ചു. അപ്പം ബ്രഹ്മപുരത്ത് താമസിക്കുന്ന അല്ലെങ്കിൽ ബ്രഹ്മപുരത്ത് ജനിച്ചു വളർന്ന ആൾക്കാരുടെ അല്ല, എറണാകുളത്ത് അല്ലെങ്കിൽ എറണാകുളത്ത് ആ ചുറ്റുവട്ടത്തുള്ള ഏതൊരു വ്യക്തിക്കും ദൂഷ്യമുണ്ടാകുന്ന ഒരു സംഭവമാണത്. അപ്പം ഇങ്ങനെയൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വേരുകൾ വേറെ എവിടെയായാലും കൊള്ളാമല്ലോ എന്ന് ചിന്തിച്ചപ്പോഴാണ് കാന്തല്ലൂരിലേക്ക് ചിന്തിച്ചത്. അപ്പം അതിൻ്റെ ഒരു എഴുത്തിൻ്റെ ഭാഗമായി വന്നപ്പോൾ ഈ കാന്തല്ലൂരിലെ നറേറ്റീവില് ഈ നമ്മുടെ ഈ സിനിമയുടെ നറേറ്റീവ് വരുമ്പോഴത്തേനും വിക്രമൻ നായർ എന്ന് പറയുന്ന പ്രൊട്ടോഗണിസ്റ്റ് അദ്ദേഹം ബ്രഹ്മപുരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പരാജയമാണ്. അദ്ദേഹം ബ്രഹ്മപുരത്തിന്റെ ഇതിനെതിരെ പോരാടുകയും പക്ഷെ അദ്ദേഹം ഭാര്യ പരാജയപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പം വേറൊരു സ്ഥലത്തേക്ക് മാറി അവിടെ തന്നെ സമാനമായ ഈ പറഞ്ഞ പോലെ ഒരു കരിങ്കൽ ക്വാറിയുമായി ബന്ധപ്പെടുമ്പോൾ ആ ഒരു ഇഷ്യൂവിൽ അദ്ദേഹം ആസ് എ ഹ്യൂമൻ ബീങ് സക്സസ്ഫുൾ ആകുന്ന ഒരു നറേറ്റീവാണ് എൻ്റെ മനസ്സിൽ വന്നത്. കാരണം ഒരു നമ്മളിപ്പോൾ ഈ ഇരുന്ന് സംസാരിക്കുന്ന നമ്മൾ 4 പേരും അല്ല കേട്ടുകൊണ്ടിരിക്കുന്നവരും എല്ലാം ഈ ബ്രഹ്മപുരത്തെ സംബന്ധിച്ചുള്ള ഒരു സമൂഹം എന്നുള്ള നിലയിൽ തീർത്തും പരാജയമാണ്.
ആർക്കും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം അങ്ങനെ ഒരു ഇതിൽ വന്നപ്പോഴത്തേനുമാണ് ഇതുപോലെ തന്നെ ഭീകരമായ ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഒരു ഇഷ്യൂ ആണ് ഹൈ റേഞ്ചിലെ ക്വാറികൾ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ പലതും അനുമതി നിഷേധിച്ച് ഞങ്ങൾ ഷൂട്ട് ചെയ്ത ക്വാറി പോലും ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ മെയിൽ അവർ അടച്ചു എന്ന് തോന്നുന്നു. അപ്പം അത്തരത്തിലുള്ള ഒരു എൻവയറമെന്റിൽ ഒരു ട്വിൻ ഇഷ്യൂസ് ആശയം ഇങ്ങനെ വന്നപ്പോഴത്തേനും അങ്ങനെയാണ് ഈ ഒരു കഥയുടെ പൂർണ്ണ രൂപാന്തരം ഉണ്ടാകുന്നത്. ഡോക്ടർ നേരത്തെ സിനിമയൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ സിനിമ എന്ന് പറയുന്നത് തീർത്തും ഒരു കച്ചവട പ്രൊഡക്റ്റാണ്. പക്ഷേ ഇത് കച്ചവടത്തിനേക്കാണ് അപ്പുറത്ത് ഇതിലൊരു വലിയൊരു സാമൂഹ്യ വിഷയം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അല്ലാട്ടൻ ഈ വിഷയം സംസാരിക്കുന്ന സമയത്ത് ഇപ്പം ഒരു സിനിമയുടെ നട്ടല് എന്ന് പറഞ്ഞ പ്രൊഡ്യൂസറാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ സിനിമ ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറായത്? ഞാൻ സത്യത്തിൽ ഒരു സിനിമ ചെയ്ത് നിൽക്കുന്ന ഒരു സമയത്താണ് ഞാൻ മറ്റൊരാൾ വഴി അനിലേട്ടനെ പരിചയപ്പെടുന്നത്. അദ്ദേഹം ഈ ഒരു കഥ എൻ്റെ അടുത്ത് അവതരിപ്പിച്ചു. അപ്പോൾ ആദ്യം ഞാൻ കഥ കേട്ടപ്പോൾ എനിക്ക് അതിനോട് വലിയ ഒരു ഇതൊന്നും തോന്നിയില്ല. പക്ഷെ പിന്നീട് ഞാനിരുന്ന് ആലോചിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ സത്യത്തിൽ ഈ ബ്രഹ്മപുരത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന വ്യക്തിയാണ്. പിന്നെ എൻ്റെ പ്രൊഫഷൻ ഞാൻ ഡോക്ടറാണ്. എൻ്റെ റിലേറ്റീവ്സ് ഒരു 70% ആളുകളും ബ്രഹ്മപുരത്തിൻ്റെ ചുറ്റുവട്ടത്ത് താമസിക്കുന്നവരാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഒന്നുകൂടി ഒന്ന് കേട്ടുകൂടാ എന്ന് വിചാരിച്ച് ഞങ്ങൾ വീണ്ടും പല ഡിസ്കഷൻ നടന്നു. വീണ്ടും ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ പറഞ്ഞ പോലെ കോസ്റ്റ് ഒരു ഫാക്ടറായിട്ട് വന്നു. അപ്പോഴും അനിലേട്ടൻ അത് മാക്സിമം കോസ്റ്റ് കുറച്ച് നമുക്ക് ചെയ്യാം എന്നൊരു കൺസെപ്റ്റ് എന്നോട് സംസാരിച്ചു. അങ്ങനെ നമ്മൾ ലൈഫ് ഒന്നേ അല്ലേ ഉള്ളൂ, ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. കാശ് മാത്രം ഉണ്ടാക്കുക എന്നുള്ള കൺസെപ്റ്റിനപ്പുറം ചില ബാധ്യതകളുണ്ട്, ചില സാമൂഹ്യ പ്രതിബദ്ധതയും വേണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പം അങ്ങനെ ഞാൻ വൈഫായിട്ട് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ എന്നാൽ ഇങ്ങനെ ഒരു പടം ചെയ്യാം എന്ന് വിചാരിച്ചു. അതിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ പഠിച്ചു തുടങ്ങി. അനിലേട്ടൻ തിരക്കഥ എഴുതുന്നു, ഞാനും ഇങ്ങനെ ഇടയ്ക്ക് വായിക്കുന്നു. ഏറ്റവും അത്ഭുതമായിട്ട് തോന്നിയത് നമ്മൾ ഷൂട്ട് തുടങ്ങിയതിന് പിറ്റേ ദിവസം അവിടെ കത്തി. അത് അനുഗ്രഹമായിട്ടല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ അത്രയും ഭയാനകമായിരുന്ന ഒരു സിറ്റുവേഷനെ അതിൻ്റെ ഒരു ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ സാധിച്ചു എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. മാഡം, ഈ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വേഷം ചെയ്തിരിക്കുകയാണ്. ഈ വേഷം ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഈ സിനിമയെ കണ്ടിരുന്നത്? ഈ സിനിമയുടെ കഥ ആദ്യമായിട്ട് എന്നോട് പറയുന്നത് ഡോക്ടർ ടൈറ്റസും വൈഫ് സ്മൈലിയാണ്. ഇങ്ങനൊരു പടം എടുക്കാനുള്ളൊരു ഉദ്ദേശമുണ്ട്. അപ്പോൾ അവർക്ക് ആദ്യമേ അറിയാം. അപ്പോൾ ആ ഒരു കഥ എന്നോട് പറഞ്ഞപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ മനസ്സിലുള്ളത് ലത തന്നെയാണ് തോന്നുന്നു. അങ്ങനെ സ്മൈലിയും ഞാനും സാറും കണ്ടപ്പോൾ പറഞ്ഞു, അനിൽ സാറിനെ കണ്ടപ്പോൾ പറഞ്ഞു ഇത് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ ഏൽപ്പിക്കാൻ പോണത്, ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് നമ്മൾ എപ്പോഴും ഒരു അമ്മ വേഷം അല്ലെങ്കിൽ ചേച്ചി വേഷം അങ്ങനെ ചെയ്യുന്നതിൽ ഉപരി നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു വേഷം കിട്ടുമ്പോഴാണല്ലോ ഒരു സന്തോഷം. അപ്പം ഞാൻ തീർച്ചയായിട്ടും നമുക്ക് അത് കമ്മിറ്റ് ചെയ്യാന്നുള്ളതിൽ തന്നെ ഓക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് എനിക്കൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഒരു അവാർഡ്, നാഷണൽ അവാർഡ് കിട്ടിയൊരു ഡയറക്ടറാണ്, എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ സാറ് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു, നല്ല സപ്പോർട്ട് ചെയ്തിരുന്നു. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്തുകൊണ്ടാണ് സിനിമ നമ്മൾ ഷൂട്ട് തുടങ്ങിയത്. ദീർഘകാലമായിട്ട് പ്രവാസിയായി ജീവിച്ചാണ്. അപ്പൊ യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇത്തരത്തിലുള്ള വിഷയമൊന്നും വലിയ രീതിയിൽ അഡ്രസ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ ഇത്തരം വിഷയത്തെ, അതായത് മറ്റൊരു സിനിമ പോലെ അല്ലേ ഈ സിനിമയിലെ ക്യാരക്ടർ ശരിക്കും പുക കാരണം ഭീകരമായ അവസ്ഥയിലേക്ക് പോവുകയാണ്. അത് നമ്മള് ഷൂട്ട് തുടങ്ങി 2 ദിവസം കഴിഞ്ഞപ്പോ ഇവിടെ ശരിക്കും പുകയായി. അപ്പൊ ശരിക്കും നമ്മൾ അഭിനയിക്കുമ്പോൾ അതൊരു പോസിറ്റീവായിട്ടല്ല പറയുന്നത്, പക്ഷെ നമ്മൾ അഭിനയിക്കുന്ന ഓരോ സീനിലും നമുക്ക് അതാ ഓർമ്മ വരുന്നത്. അപ്പൊ അവിടെയുള്ള ഒരു ഫാമിലി ആണെച്ചാൽ അവിടെയുള്ള ഒരു ലേഡി അത് സഫർ ചെയ്യുന്ന ആ ഒരു ഫീലിൽ തന്നെയാണ് നമുക്ക് അത് ചെയ്യാൻ പറ്റി എന്നുള്ളത്, ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യാൻ പറ്റി. അതൊരു പോസിറ്റീവ് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമുക്ക് എപ്പോഴും പേപ്പറിലായാലും എപ്പോഴും നമ്മൾ മൊബൈലിൽ നോക്കുമ്പോഴായാലും പേപ്പറിലായാലും കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ന്യൂസാണ്. നമ്മൾ മൂന്നാറൊക്കെ വെച്ചിട്ടാണ് ഷൂട്ട് ഉണ്ടായിരുന്നത്. പക്ഷെ ഈ ന്യൂസുകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഭാഗമായി മാറുകയാണ്. അങ്ങനെയുള്ള ഒരു ഇതുണ്ടായിരുന്നു ആ ഷൂട്ടിന്റെ സമയത്ത്. പിന്നെ അതിലത്തെ ഓരോ മൈന്യൂട്ട് കാര്യങ്ങളും സാറ് ക്ലിയർ ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മളെ ക്യാമറയുടെ മുന്നിൽ നിർത്തിയിട്ടുള്ളത്. അതിനിടെ ഈ നേരത്തെ തൊട്ടു മുമ്പായിട്ട് ഭിന്നാമിനിങ് എന്നുള്ള സിനിമ എടുക്കുകയും അതിന് സുരഭിക്ക് നാഷണൽ അവാർഡൊക്കെ കിട്ടിയതാണ്. അപ്പം വീണ്ടും നമ്മൾ അത്തരത്തിലുള്ളൊരു ആ ജോണറിൽ അല്ലെങ്കിൽ പോലും അതേപോലെയുള്ളൊരു മറ്റൊരു സിനിമയെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് അത് നല്ലതായിട്ടൊരു പ്രൊഡ്യൂസർ കൂടി ആയതുകൊണ്ട് എങ്ങനെയാണ് ഇതിനെ ചിലവ് കുറച്ച് ഇതിൽ ഏറ്റവും കൈയടക്കത്തോട് ഇത് ചെയ്യണമല്ലോ, എങ്ങനെയാണ് ഇത് ചെയ്ത് തീർത്തത്? അല്ല, ബേസിക്കലി ഞാൻ ഒരു പ്രൊഡ്യൂസറും കൂടെ ആയതുകൊണ്ട് ഈ ഡോക്ടർ പറഞ്ഞ പോലെ കലയെ സ്നേഹിക്കുകയും അത്തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും നമുക്ക് കൃത്യമായ ഈ സിനിമ ഏത് ബഡ്ജറ്റിലും ചെയ്യാം.
അതെ. നമുക്ക് ക്യാൻവാസ് വലുതായി വരച്ചിട്ട് വേണമെങ്കിൽ വേറെ, പക്ഷെ ഇത് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ ഇതിന്റെ ഒരു മാർക്കറ്റിങ് അല്ലെങ്കിൽ വേറെ ലൈനിൽ പോകുമ്പോഴത്തേനും അത് എത്ര കണ്ട് പോകാം എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് നമ്മൾ പിന്നെ ഒരു ആ കഥ ഞാനതാ ആദ്യം പറഞ്ഞു. ഇപ്പം ബ്രഹ്മപുരം 2007 അല്ലെങ്കിൽ 6-7 കാലഘട്ടത്തിൽ ജസ്റ്റിസ് ബാലിയുടെ ഒരു വിധിയിൽ നിന്നാണ് ബ്രഹ്മപുരത്ത് കൊണ്ട് ഇത് ഡംപ് ചെയ്തത്. അപ്പൊ ബ്രഹ്മപുരം ആസ് സച്ച് അവിടുത്തെ വീടുകളും അവിടുത്തെ എവിക്ഷനും ഉൾപ്പെടെയുള്ള നറേറ്റീവ് വേണേൽ ഉൾപ്പെടുത്താം, പക്ഷെ അതിന്റെ ക്യാൻവാസ് വലുതാണ്. പക്ഷെ അവിടെ നടന്ന ആ ഭീകരത എന്താണെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഈ ഒരു 10-15-20 വർഷമായിട്ട് നമ്മുടെ പൊതുസമൂഹത്തിൽ എറണാകുളത്തുള്ളവർക്ക് പോലും അറിയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അതൊരു മെയിൻ വിഷയമാകണം. അപ്പൊ അത് എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചപ്പോഴാണ് ഈ ഒരു ലെവലിലേക്ക്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ബഡ്ജറ്റഡ് ആയിട്ട് ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ ഓരോ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന ഒരു ബഡ്ജറ്റ് ഉണ്ടല്ലോ, ആ ബഡ്ജറ്റ് ചിന്തിച്ച് തന്നെയാണ് മുമ്പോട്ട് പോയത്. ഇതിലെ ക്യാരക്ടേഴ്സ് ശരിക്കും വളരെ റിയൽ ക്യാരക്ടറാണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള കുറെ ക്യാരക്ടേഴ്സ്, പ്രത്യേകിച്ചിട്ടും പ്രേംപ്രകാശൊക്കെ ചെയ്ത വേഷങ്ങളൊക്കെ അത്ഭുതകരമായി ചെയ്തു. വളരെ കുറച്ചേ ഉള്ളെങ്കിൽ പോലും ആ വേഷമൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് ഒറിജിനൽ ഒരു ആർട്ടിസ്റ്റ് ചെയ്യുന്നതല്ല ഫീൽ ഉണ്ടാക്കി. എങ്ങനെയാണ് ഈ ക്യാരക്ടറിലേക്ക് എത്തുന്നത്? അല്ല, അതൊരു ഈ ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു സ്ക്രിപ്റ്റിങ്ങിന്റെ ഒരു ഭാഗമായിട്ട് ഈ ക്യാരക്ടേഴ്സിനെ ഓരോരുത്തരെയും പ്ലേസ് ചെയ്ത് വന്നപ്പോൾ വിക്രമൻ നായരുടെ ഭാര്യ, മകൻ വിക്രമൻ നായർ ഏത് വർഷമായിരിക്കും ജനിച്ചത്? 1955-56 നോട്ട്സ് മുഴുവൻ ഇത് ചെയ്തു. അപ്പം അദ്ദേഹത്തോടൊപ്പം അദ്ദേഹം കാന്തല്ലൂരിൽ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് ആരുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേനും എന്നിലേക്ക് വന്ന ഒരു ക്യാരക്ടറാണ് ഈ സ്കറിയ സക്കറിയ എന്ന് പറഞ്ഞ പ്രേമപ്രകാശൻ ചെയ്ത ക്യാരക്ടർ. അപ്പൊ അതിന്റെ ഒരു നറേറ്റീവും കൂടെ ഇത് ചെയ്തപ്പോഴത്തേനും അങ്ങനെ ഒരു ഫാമിലി ബോണ്ടിങ്ങിനെ കുറിച്ചാണ് ചിന്തിച്ചത്. കാരണം വെച്ചാൽ ഇദ്ദേഹം ഇപ്പം എറണാകുളത്ത് താമസിക്കുന്നു, ഭാര്യയുണ്ട്, മകനുണ്ട്, പക്ഷെ പുള്ളിക്ക് വേരുകൾ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ വേരുകളിലേക്ക് പുള്ളി തിരിച്ചു പോകാത്തത് പ്രേംപ്രകാശ് പറയുന്ന കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് പുള്ളി ഇവിടെ വന്നു, പിന്നെ ഇവിടെ ഒരു ജീവിതം സെറ്റായപ്പോൾ അങ്ങനെ അങ്ങ് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അവിടെ തിരിച്ചു പോകുമ്പോൾ പുള്ളിയുടെ പിതാവിന് തുല്യനായ ഒരാൾ അവിടെ ഉണ്ട്. അങ്ങനെ ഒരു ക്യാരക്ടറാണ് ചിന്തിച്ചത്. കാരണം പുള്ളിയുടെ വേറെ ഫാമിലീസ് ആരും ഇല്ല. കാരണം അങ്ങനെ ഒരു ബോണ്ടിങ് ഉണ്ടെങ്കിൽ പുള്ളി ഉറപ്പായിട്ടും പുള്ളി തിരിച്ചു പോകും. ഇത് വല്ലപ്പോഴുമേ പുള്ളി അവിടെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഒരു ക്യാരക്ടറാണ് ഈ കരയഞ്ചേട്ടൻ ചെയ്ത ക്യാരക്ടറിലേക്ക് എത്താനായിട്ടുള്ളത്. അപ്പം അത് എസ്പെഷ്യലി അങ്ങനെ വന്നപ്പോഴത്തേനും പുള്ളി നല്ല റിച്ചാണ്. അങ്ങനെ ജീവിക്കുന്ന ഒരാൾ ലോൺലി ആയിട്ട് ജീവിക്കുന്നു. അതാണ് ഇവർ തമ്മിലുള്ള ഒരു ബോണ്ടിങ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു ക്യാരക്ടറൈസേഷനിലേക്ക് എത്തിയത്. അതിൽ ഡോക്ടറുടെ മകൻ ഒരു പ്രധാനപ്പെട്ട വേഷം ചെയ്തിട്ടുണ്ട്. വളരെ ഗംഭീരമായിട്ടാണ് ചെയ്തേക്കുന്നത്. മകൻ നേരത്തെ അഭിനയിച്ചിരുന്നോ അല്ലെങ്കിൽ ആദ്യമായിട്ടാണോ സിനിമയിൽ അഭിനയിക്കുന്നത്? അവന് അല്ല, അവൻ ഒരു തമിഴ് പടം ചെയ്ത് കഴിഞ്ഞു, റിലീസായിട്ടില്ല. പിന്നെ ഒരു മലയാളം പടം ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്തതാണ്, അത് റിലീസ് ചെയ്തതാണ്, ബിയോണ്ട് ദ 7 സീസ്. പിന്നെ ഇപ്പൊ ഒരു 4 പടങ്ങളിൽ ഉർവിശയോട് കൂടിയും അങ്ങനെ മുൻനിര നായകന്മാരുടെ കൂടെ ഒരു 4 പടം ഇപ്പോൾ റിലീസിങ്ങിന് തയ്യാറാവുന്നുണ്ട്. പിന്നെ ഒരു 4-5 പടങ്ങളിലൂടെ അവൻ കരാറായിട്ടുണ്ട്. അല്ല, മകൻ എന്തായാലും ഇവിടെയല്ല പഠിച്ചത്, വിദേശത്താണ് പഠിക്കുന്നത്. വിദേശത്തിന്റെ വേറെ രീതിയാണ്. ഇത് ഇവിടുത്തെ ഒരു മൊത്തത്തിൽ മാറ്റമാണ്. പക്ഷെ അതിന് വളരെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ വേണ്ടി കഴിഞ്ഞു. ഞങ്ങള് വിദേശത്താണെങ്കിൽ ഞങ്ങൾ 10 വർഷമായുള്ളൂ ദുബായിലേക്ക് മാറിയിട്ട്. എന്നാലും അവിടെ ആയാലും ഞങ്ങള് പിള്ളേരെ 2 പേരെയും മലയാളം മീഡിയത്തിലെ പഠിപ്പിച്ചത്. 2 കുട്ടികളുള്ളത്. അവര് ചെറുപ്പം മുതലേ ഇന്ത്യൻ മലയാളം കൾച്ചറൊക്കെ പിന്തുടർന്ന് വരുന്നവരാ. ഞങ്ങളൊരു വേറെ സ്റ്റൈലിലൊന്നും അല്ല വളർത്തിയത്. പിന്നെ ഇവനൊരു 8, 9 ഇപ്പൊ +2 ആണ്. 8, 9, 10, 11 ആ ക്ലാസ്സുകളിലൊക്കെ ദുബായില് ജെം സ്കൂളുകളിൽ ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് പെർഫോമർ, ബെസ്റ്റ് ഡാൻസർ, ഈ 3 കാറ്റഗറിയിൽ ഒരു കണ്ടിന്യൂസ് 3 വർഷം ആള് ആണ്. അപ്പൊ അതിലൊരു കലയുണ്ടെന്ന് നമുക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ അനിൽ സാറ് നോക്കിയപ്പോൾ അനിൽ സാറിനും തോന്നിയിട്ടുണ്ടെന്ന് അങ്ങനെ സെലക്ട് ചെയ്തതാണ്. ഈ അഭിനയിച്ച ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് നേരത്തെ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ളത് അവന്റെ റീൽസും മീംസും ഒക്കെ ഡോക്ടർ എനിക്ക് അയച്ചു തന്നത്. അതിൽ തന്നെ, കാരണം സെൽഫായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. അപ്പൊ അതിൽ തന്നെ ഒരു കൃത്യമായ ഒരു കൺവിക്ഷൻ ഉള്ള ഒരു കുട്ടിയാണ്. അപ്പം അത്രയും ടാലന്റ് ഉള്ള ഒരാളാണ്. അല്ല, പെട്ടെന്ന് ആ ക്യാരക്ടറിലേക്ക് എത്താൻ തീർച്ചയായിട്ടും അങ്ങനെയുള്ള എനിക്ക് കൃത്രിമത്വം ഇല്ലാതെ വളരെ കൃത്യമായിട്ട് കിട്ടിയിട്ടുള്ള റെഫറൻസസ് പുള്ളി ഈ ഇതിനു വേണ്ടി ചെയ്ത സോഷ്യൽ മീഡിയക്ക് വേണ്ടി ചെയ്തിട്ടുള്ള സാധനങ്ങൾ എനിക്ക് അയച്ചു തന്നതാണ്. അല്ലാതെ അഭിനയിച്ച സിനിമ കാണുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ക്രീൻ ടെസ്റ്റ് ചെയ്യുകയോ അങ്ങനെയുള്ളതൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ബേസിക് ഒരു ടാലന്റ് ഉള്ള ആളാണ്. ഈ ഷാജാന്റെ കൂടെ അഭിനയിക്കുന്ന സമയത്ത് ഷാജാൻ ഒരുപാട് സിനിമകളിൽ അഭിനയിക്കും, വലിയ നന്നായിട്ട് എത്രയോ കാലമായിട്ട് സിനിമയിൽ വളരെ സജീവമായി നിൽക്കുന്നത്. എന്തായിരുന്നു ഒരു എക്സ്പീരിയൻസ്? ആദ്യമൊക്കെ നമ്മൾ കോമഡീനായിട്ട് കണ്ടിട്ടില്ലെന്ന് വെച്ചാലും ദൃശ്യം തൊട്ട് ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു, എങ്ങനെയായിരിക്കും പെരുമാറ്റം. നമ്മൾ നേരിട്ട് എനിക്ക് പരിചയമില്ലല്ലോ.
അപ്പൊ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഫസ്റ്റ് ഡേ നമ്മളൊരു സോങ് ഷൂട്ടിലാണ് തുടങ്ങിയത്. അന്ന് തന്നെ നമ്മള് ചില മാനേഴ്സ് ഒക്കെ ആള് പറഞ്ഞു തന്നു. നല്ല സപ്പോർട്ടായിരുന്നു. ഓരോ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു ഇത് തോന്നിയിട്ടുണ്ടെങ്കിൽ പറയും ഇങ്ങനെ ചെയ്ത് ഇത്രയും കൂടി നന്നാവും. അങ്ങനെ എല്ലാ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഈ ബ്രഹ്മപുരത്ത് നിന്ന് ഇപ്പോൾ ബ്രഹ്മപുരത്ത് സമരം നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ സ്റ്റിൽ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രഹ്മപുരത്ത് സമരം നടക്കുന്നു. അവിടെയുള്ള ആളുകളൊക്കെ പ്രതിഷേധത്തിലാണ്. വലിയ കഴിഞ്ഞ ദിവസം ഈ വേസ്റ്റ് ആയിക്കൊണ്ടുപോയ വാഹനങ്ങൾ തടയുകയും കോർപ്പറേഷൻ സെക്രട്ടറിക്കെതിരെ കേസെടുത്തിട്ടുണ്ട്, പ്രതിയായിക്കൊണ്ട് കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു ക്യാൻവാസിൽ നടന്ന വലിയൊരു വിഷയമായിട്ട് തന്നെ ഇപ്പോഴും നിൽക്കുകയാണിത്. പക്ഷേ സിനിമയെ യഥാർത്ഥത്തിൽ അത്തരത്തിൽ മാധ്യമങ്ങളൊന്നും ഏറ്റെടുത്തില്ല. അതിൻ്റെ എന്തായിരിക്കും ഒരു കാരണം? അല്ല, അത് എനിക്കും വല്ലാത്തൊരു അത്ഭുതം തോന്നുന്നു. ഞങ്ങൾ ഈ സിനിമയുടെ ഇന്നലെ ഞങ്ങൾ പോയി ഒരു പ്രസ് മീറ്റ് ഉൾപ്പെടെ നടത്തി. പ്രസ് മീറ്റ് നടത്തുക എന്ന് പറഞ്ഞാൽ സോഷ്യൽ റെലവൻസ് ഉള്ള ഒരു ചിത്രമായതുകൊണ്ടാണ് പ്രസ് മീറ്റ് ഉൾപ്പെടെ നടത്തിയത്. അതിൽ അത് വേണ്ട രീതിയിൽ മാധ്യമങ്ങൾ പോലും, അത് നമ്മുടെ ഒരു ദുരവസ്ഥയാണ്. ഞാനത് കൃത്യമായി ഒരു ഡയലോഗ് ഇതിനകത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ രാഷ്ട്രീയവും മതവുമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് 3 നേരവും ഭക്ഷിക്കുന്നത്. അതിലൂടെ ജീവിച്ച് മുമ്പോട്ട് പോകുന്ന എന്താ പറയുക, നമ്മളതൊരു വിമർശന ബുദ്ധിയാ പറയുകയാണെങ്കിൽ ഞാനും ഈ സൊസൈറ്റിയുടെ ഭാഗമാണ്. ഈ സൊസൈറ്റി വല്ലാത്ത രീതിയിൽ കറപ്റ്റഡ് ആയിട്ട് പോകുന്നുണ്ടെന്നുള്ളതാണ്. കാരണം വല്ലാതെ സെൽഫിഷ് ആകുകയും അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനും കൃത്യമായ പ്രയോറിറ്റി ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു റിഫ്ലക്ഷനാണ് ഈ ഗവൺമെന്റിനും അല്ലെങ്കിൽ ഈ മാധ്യമങ്ങൾക്കും എല്ലാം ഉണ്ടാകുന്നത്. ഈ സൊസൈറ്റിയുടെ ഒരു റിഫ്ലക്ഷനാണ്. ഇപ്പം രാജേഷ് പറഞ്ഞ പോലെ ഈ ഇന്നലത്തെ വാർത്തയാണ് 8ഓളം ലോറികൾ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു പ്രൊമോഷൻ ഷൂട്ട് പോയപ്പോൾ ഞാൻ ലതയെ കാണിച്ചു. അതായത് ഞങ്ങളുടെ ലോറിയുടെ പുറകെ പോകുമ്പോഴത്തേനും ഇങ്ങനെ ഈ വേസ്റ്റ് വാട്ടർ, അതായത് MG റോഡ് തൊട്ട് ഇങ്ങനെ ഡ്രിപ്പ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുക എറണാകുളത്ത്. അതായത് 1 വർഷം കഴിഞ്ഞപ്പോൾ ഇത് സർവ്വസാധാരണമായിട്ട് സംഭവിക്കുക. ഇത് ആർക്കും ഒരു മാറ്ററേ അല്ല. ശരിക്കും പറഞ്ഞാൽ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രഹ്മപുരത്ത് കിടക്കുന്ന ഈ ടൺ കണക്കിന് മാലിന്യം അത് അവിടുന്ന് മാറ്റിയിട്ട് ആ സ്ഥലം പൂർവ്വസ്ഥിതിയിലാക്കാൻ പറ്റുമെന്നുള്ളത്. ഇവിടെ നമ്മൾ ചിന്തിച്ചറിയാം, ഒരു കൊറോണയ്ക്ക് തൊട്ട് മുമ്പാണ് ഒരു 3 ഫ്ലാറ്റുകൾ ഇവിടെ പൊളിച്ചു. എന്നിട്ട് എന്ത് നേടി എന്നുള്ളത് ചോദ്യം. കാരണം തീരദേശ സംരക്ഷണം എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെബ്രീസ് കിടന്നുകൊണ്ടുള്ള പൊല്യൂഷനും കാര്യങ്ങളും അല്ലാതെ അത് വലിയൊരു ആഘോഷമാക്കി മലയാളി ഇത് പൊട്ടിക്കുന്നതും കണ്ടിട്ട് ടിവിയിലും എല്ലാം ഭയങ്കര ടെലികാസ്റ്റും പരിപാടിയായിട്ട് അവിടെ പോയി നിന്നല്ലാതെ അവിടെ കുറെ പേര് വീട് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അതിന്റെ വിചിത്രമായ കാര്യങ്ങൾ നമ്മൾ പിന്നീട് മനസ്സിലാക്കുന്നത്. അതേ സ്ഥലത്ത് വേണമെങ്കിൽ ഇതേ ആ ഫ്ലാറ്റ് പണിയാം, മാറി. അപ്പൊ പിന്നെ ഏതൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള വലിയൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. അത് അഡ്രസ് ചെയ്യപ്പെടണം. താങ്കൾ ചോദിച്ച വളരെ കൃത്യമായിട്ടുള്ള ചോദ്യം. ഈ മാധ്യമങ്ങൾക്ക് അവരുടെ പ്രയോറിറ്റി, ഇതിപ്പം ഇലക്ഷൻ കാലമാണ്. ഈ ഇലക്ഷൻ കാലവും തുടർന്നുള്ള കാലമാണല്ലോ ജനങ്ങളെ വിഡ്ഢികളാക്കേണ്ടത്. അതിന് മാധ്യമങ്ങൾ അവരുടെ മാക്സിമം അവർക്ക് എന്താ വിളമ്പാൻ പറ്റുന്നതെന്നുള്ള അവർ നോക്കുന്നു. ഈ ജനത ഒരു പരിധി വരെ അതിൽ കൂടെ സഞ്ചരിച്ചു പോകുന്നു. ഒരു കാതലായ ഇഷ്യൂ. ഇപ്പം ഈ 1 വർഷം, ഇപ്പൊ കഴിഞ്ഞ വർഷം മാർച്ച് 2-ാം തീയതി തീ പിടിച്ചിട്ട് 13-ാം തീയതി വരെ കത്തി. 15-ാം തീയതി വരെ ഇവിടെ പുകയുണ്ടായിരുന്നു. ആ സാഹചര്യം 1 വർഷം കഴിഞ്ഞപ്പോൾ 15-ാം തീയതി കൃത്യം 1 വർഷം കഴിഞ്ഞ് 15-ാം ദിവസം ഇവിടെ വീണ്ടും ആൾക്കാർ ലോറി തടഞ്ഞിട്ടതും അത്തരത്തിലുള്ള വാർത്തകളും ഏതോ സൈഡിൽ കൂടെ ഇങ്ങനെ പോകുന്നു. ഞാനത് എൻ്റെ ഫേസ്ബുക്കിൽ നിന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ വന്നിട്ടുള്ള അതിൻ്റെ നാറ്റം എന്നൊക്കെ പറഞ്ഞിട്ട് മനോരമയിൽ വന്നിട്ടുള്ള ഒരു ഇതുണ്ട്. അപ്പം മാധ്യമങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു വൺ ഡേ അഫയർ ആയിട്ട് മാറിയിരിക്കുകയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അത് ജനങ്ങൾ ഏറ്റെടുക്കുന്നില്ലെന്നുള്ള ഒരു വലിയൊരു അവസ്ഥയും കൂടെ ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞ ഇതേ സമയത്ത് ഇവിടെയുള്ള ആളുകളെ യഥാർത്ഥത്തിൽ ശ്വാസം മുട്ടി ചുമച്ച് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ കടന്നുപോയി. പക്ഷേ ഈ ഒരു വിഷയം നമ്മൾ സിനിമയാക്കിയിട്ട് ജനങ്ങളെ മുന്നിലേക്ക് കൊടുക്കുന്ന സമയത്ത് 1 വർഷം കൊണ്ട് ആളുകൾ മൊത്തം മറന്നുപോയി. എല്ലാം മറന്നുപോയി. പെട്ടെന്ന് മറക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ എങ്കിൽ പോലും നമ്മൾ അനുഭവിച്ച ഒരു വലിയ പ്രശ്നമുണ്ട്. അതിന്റെ 1-ാം വാർഷികം മറ്റൊന്നും സംഭവമാണെങ്കിൽ നമ്മൾ വലിയ വിപുലമായ രീതിയിൽ 1-ാം വാർഷികം ആഘോഷിക്കും. ഇതൊരു ദുരന്തമായതുകൊണ്ട് ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടും മാത്രമല്ല ഇത് ആഘോഷിക്കേണ്ടത് രാഷ്ട്രീയക്കാരാണ് ഇതിന്റെ പുറകിലുള്ളത്. അപ്പോൾ ഇതിന് ആഘോഷങ്ങളൊന്നും ഇല്ലാതെ ഒരാഘോഷം ഇല്ലാതെ ആരും അറിയാതെ 1-ാം വാർഷികം കടന്നുപോയി. മറ്റെന്തൊക്കെ സംഭവമാണെങ്കിൽ വലിയ രീതിയിൽ ആഘോഷം. ഇപ്പം ഒരു കൂട്ടമരണം നടന്നാൽ പോലും 1 വർഷം കഴിയുമ്പോൾ അത് വലിയ ആഘോഷമായി നടന്നു. രക്തസാക്ഷി ദിനാചരണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഈ ഒരു വിഷയത്തിൽ ഒരു ആഘോഷം നടന്നില്ല എന്നല്ല, ആഘോഷിക്കപ്പെടണമെന്നല്ല ഞാൻ പറഞ്ഞു. പക്ഷെ ഇത് ഓർമ്മ ദിനെങ്കിലും കൊണ്ടു നടക്കണമായിരുന്നു. അങ്ങനെ ഓർമ്മിക്കുന്നില്ല. നമ്മളിങ്ങനെ ഒരു ഇതുമായിട്ട് വന്ന് ഒരു സിനിമയാണ്. ഈ സിനിമയെ പോലും ആളുകൾ ഏറ്റെടുക്കില്ല. കൊച്ചിക്കാരെങ്കിലും മിനിമം ഏറ്റെടുക്കേണ്ടതായിരുന്നു. പക്ഷെ കൊച്ചിക്കാർ പോലും കൊച്ചിക്കാർ ഏറ്റെടുക്കുകയോ ഇല്ലയോ നമുക്ക് പറയാൻ പറ്റില്ല. കൊച്ചിക്കാർ ഏറ്റെടുക്കേണ്ടതാണ് എന്നുള്ളതാണ് നമ്മളൊരു അഭിപ്രായമായിട്ട് പറയേണ്ടത്. ഇപ്പൊ ഡോക്ടർ ഈ നാട്ടിൽ പോവുകയും തിരിച്ചു വരികയൊക്കെ ചെയ്യുന്നു.
അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന സിറ്റി എന്നാ കൊച്ചിനെ കുറിച്ച് പറയുന്നത്. അനുദിനം വളർന്നുകൊണ്ട് വേറെ സിറ്റിയൊക്കെ ഡോക്ടർക്ക് അറിയാം, ഡോക്ടർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ കൊച്ചിയിലെ യഥാർത്ഥ പ്രശ്നം ഇപ്പോഴും മാലിന്യമാണ്. എന്തുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം കാണാൻ പറ്റാത്തത്? ഇത് തോന്നുന്നു കുറെ നമ്മുടെ തന്നെ ആളുകളുടെ മൈൻഡ് സെറ്റ് മാറാത്തതുകൊണ്ട് ഒരു കാരണമായിരിക്കാം. രണ്ട്, സിസ്റ്റത്തിന്റെ തകരാറായിരിക്കും. ഇപ്പൊ ഞാൻ ദുബായിലാണ് വർഷങ്ങളായിട്ട്, 10 വർഷമായിട്ട്. അവിടെ നമ്മളൊരു മാലിന്യം നമ്മുടെ വീട്ടില് വേസ്റ്റ് ഇതിനകത്ത് ഇടുക, അത് കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നു. അതിന് പകരം നമ്മൾ പുറത്തേക്ക് വലിച്ചെറിഞ്ഞാൽ അത് ആരെങ്കിലും കണ്ടാൽ അവിടെ ഫൈനാണ്. ഈ മലയാളി തന്നെ വേണമെങ്കിൽ അത് ഫേസ്ബുക്കിൽ എടുത്തിടും. മലയാളി വേറെയാണ്. അതെ, അത് മലയാളി വേറെയാണ്. പക്ഷെ ഇവിടെ ഒന്നും റോഡിൽ തുപ്പ് പോലും ഇല്ല അവിടെ. പക്ഷെ ഇവിടെ മലയാളി അവൻ തന്നെ വലിച്ചെറിയും. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഈ പാലത്തിന്റെ അവിടെ നിന്ന് വലിച്ചെറിയത് അവള് പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇതിൽ ഏറ്റവും അത്ഭുതപ്പെടുത്തിയൊരു സംഭവം ഉണ്ടായത്, നമ്മൾ ഈ സിനിമ എടുക്കാൻ ഷൂട്ടിംഗ് തുടങ്ങി, അവിടെ ബ്രഹ്മപുരം കത്തി. അന്ന് എൻ്റെ ഫേസ്ബുക്കിൽ ഞാനിത് എന്തോ ഷെയർ ചെയ്യുന്നതോ ചെയ്തു. അപ്പൊ അതിന്റെ താഴെ വരുന്ന കമന്റുകളിൽ പലരും ചോദിക്കുന്ന എന്നാ ഇവന്മാരാ കത്തിച്ചതെന്ന് തോന്നുന്നത്. ഇത് ഈ ഷൂട്ടിംഗ് നടക്കുന്നത് ഇതിനു വേണ്ടി ഇവന്മാർ കത്തിച്ചതാണോ എന്നുള്ള ഡിസ്കഷനാണ് താഴെ നടക്കുന്നത്. അത് എന്തു പറ്റിയെന്നറിയില്ല. അത് വലിയ വേദനാജനകമായ കാര്യമാണ്. അല്ലാണ്ട് ഇങ്ങനെ ഒരു സിനിമ എടുക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോ എന്തായിരുന്നു നമ്മുടെ നാട്ടിലുള്ള ഈ പ്രദേശത്തുള്ള ആളുകളുടെ ഒരു പ്രതികരണം എന്തായിരുന്നു? ഞാൻ സ്ക്രിപ്റ്റിംഗുമായിട്ട് ആ ഏരിയയിൽ പോയിട്ട് അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്സ് പഞ്ചായത്ത് മെമ്പറൊക്കെ അത് റിയൽ ലൈഫാണ്. ബഷീർ എന്ന് പറഞ്ഞ ആള് ജീവിച്ചിരിക്കുന്ന ആള് തന്നെയാണ്. അതുകൂടാതെ ഇഷ്ടം പോലെ വേറെ ആൾക്കാർ അവിടെ നിന്നൊക്കെ ഡിസ്പ്ലേസ്ഡ് ആയിട്ട് പോയിട്ടുള്ള ആൾക്കാരൊക്കെ ആയിട്ട് പോയി സംസാരിച്ചു. ഇപ്പുറത്ത് മറ്റേ സ്കൂളിന്റെ സൈഡിൽ കൂടെ, രാജഗിരി സ്കൂളിന്റെ സൈഡിൽ കൂടെ ഉള്ളിലോട്ട് പോകുമ്പോൾ അത് ഏകദേശം ബ്രഹ്മപുരത്തിന്റെ ഒരു ചെരുവിലാണ് ഇത്. അവിടെയുള്ള അവരൊക്കെ കിണറിലെ വെള്ളം പോലും യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഈ പൊല്യൂഷൻ കാരണം. അവരൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോഴത്തേനും അവരുടെ എല്ലാം ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇതൊന്നും അവര് ദൈനംദിനമായി ജീവിച്ചു പോകുന്നു. രാവിലെ ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. അവിടുത്തെ മണം, ആ മണം സഹിച്ചിട്ടുള്ളവർക്കറിയാം. വൈകുന്നേരങ്ങളിൽ അടിക്കുന്ന കാറ്റ് ഇപ്പുറത്ത് ഇരുമ്പനം പാലം താണ്ടി ഇപ്പുറം വരെ വരും. ആ വീടുകളിൽ പോയി ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാൽ ജനൽ അടച്ചിട്ടാണ്. 2.5 കോടി രൂപയെ കൊടുത്ത് വലിയ വീടൊക്കെ മേടിച്ചിട്ട് ആൾക്കാർ ഉപേക്ഷിച്ചു പോയി. അതെ. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അത് എന്റെ ശരിക്കും പറഞ്ഞാൽ എന്റെ ഒരു രോഷം എന്ന് പറയുന്ന സാധനം വെച്ചാൽ, ഇപ്പൊ നമ്മള് സിനിമ എടുത്തല്ലേ, സിനിമ എല്ലാവരും വന്ന് കാണണം, അല്ലെ സിനിമ എന്റർടൈൻമെന്റിന് വേണ്ടിയാണ്, എഡ്യൂക്കേറ്റീവ് പർപ്പസിന് വേണ്ടിയിട്ടല്ല എന്നൊക്കെ ആൾക്കാർ പറയും. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു വിഷയം അഡ്രസ്സ് ചെയ്യപ്പെടുമ്പോൾ ഇതൊന്നും എന്റെ വിഷയമല്ല എന്ന് പറയുന്ന ഒരു മനോഭാവം ഉണ്ടല്ലോ. ഇവിടെ ഈ രാഷ്ട്രീയം കൊണ്ടും മതം കൊണ്ടും തീരാൻ പോകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതിനകത്ത് യാതൊരു സംശയമില്ല. സിനിമ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ മീഡിയമാണ്. അപ്പൊ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സമൂഹത്തിന്റെ നേരെ പിടിച്ച കണ്ണാടി എന്നാണ് യഥാർത്ഥ സിനിമയുടെ നിർവചനം. അപ്പൊ നമ്മൾ നേരെ പിടിച്ചൊരു കണ്ണാടിയാണ്. ഈ കണ്ണാടിയിൽ നോക്കുന്ന ചില ആളുടെ മുഖമാണ് വികൃതമായി കിടക്കുന്നത്. ശരിക്കും നമ്മൾ പറഞ്ഞല്ല വികൃതമായി കിടക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും പൊളിറ്റീഷ്യന്മാരുടെയൊക്കെ ഒരു സമീപനം എന്താണ് ഇതിനോട്? അല്ല, ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട പൊളിറ്റീഷ്യൻസിന് ഇത് ചെയ്യില്ല. ഞാൻ പലപ്പോഴും പോയിട്ട് മറ്റേ ബ്രേക്കിംഗ് ദ ലോ എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് പോകേണ്ട വന്നതെന്ന് വെച്ചാൽ അവിടെ ചെന്നിട്ട് കയറ്റി വിട്ടിട്ടില്ല. പക്ഷെ ഞാൻ അതിനകത്ത് കയറിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഓക്സിജൻ കുറവാണ്. പക്ഷെ അല്ല, ഇതിന്റെ പഠന വിഷയമായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ ഒരു ഭയങ്കര ബ്രൂട്ടലായിട്ട് തടഞ്ഞു നിർത്തുന്ന ഒരു സെക്യൂരിറ്റി ഉണ്ട്. അയാള് ഭയങ്കര മോശമായിട്ട് സംസാരിക്കും. ഒരു പ്രാവശ്യം തീ പിടിച്ചപ്പോൾ ഞാനവിടെ പോയി. അതായത് ഈ വീണ്ടും ഒരു തീപിടുത്തം ഉണ്ടായല്ലോ. ആ സമയത്ത് പോയപ്പോൾ തന്നെ അവിടെ മുഴുവൻ അവർ ബാരിക്കേഡ് ചെയ്ത് മീഡിയക്കാർ മുഴുവൻ അകത്ത് പോയി. അപ്പൊ അതിലെ കയറിപ്പോ പറ്റത്തില്ല. അപ്പൊ ഫയർ എഞ്ചിൻ വരുന്നു, ഫയർ എഞ്ചിൻകാരൻ ഷൗട്ട് ചെയ്യുന്നു. നമ്മൾ നിങ്ങൾ ഷൗട്ട് ചെയ്യേണ്ട, ജോലി ചെയ്താൽ മതി, നമുക്കപ്പോൾ വണ്ടി മാറ്റിയിടാന്നൊക്കെ ഉള്ള ലെവലിലുള്ള ഇതും. അപ്പം ഈ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ്, അവര് ഫയർമാൻമാരൊക്കെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, അത് ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷെ ആ കാര്യം അഡ്രസ്സ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പൊ പ്ലാസ്റ്റിക് ഇട്ട് മൂടുകയാണ്. കഴിഞ്ഞ ദിവസം കണ്ട ഒരു മാസം പോലും ആയിട്ടില്ല, ഈ ഫെബ്രുവരി എൻഡിലെ കണ്ട എറണാകുളം ജില്ലാ കളക്ടർ അവിടെ ഫയർ എഞ്ചിൻ കൊണ്ടുപോയി വെള്ളം നനയ്ക്കുന്നു. ഏതാ ഈ വേസ്റ്റ് കത്താതിരിക്കാൻ. നനവുണ്ടെങ്കിൽ കത്തത്തില്ലല്ലോ. ഇവിടുത്തെ വേസ്റ്റ് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത്. പക്ഷെ കത്തിയ മൊത്തം പ്ലാസ്റ്റിക് ആണ്. നനച്ചോണ്ട് കാര്യമില്ല. അത് കഴിഞ്ഞ പ്രാവശ്യം മലയായി കിടക്കുന്ന മൊത്തം പ്ലാസ്റ്റിക്കിനെ. അപ്പൊ ഇത് റീസൈക്കിൾ ചെയ്ത് ലോകത്തെല്ലായിടത്തും ഇത് റീസൈക്ലിങ്ങിനും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു ഇത് കണ്ട, സിംഗപ്പൂർ എനിക്കൊരു ഐലൻഡ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ടോ വേസ്റ്റ് കൊണ്ട് തന്നെ മാത്രം. ദുബായിലും അങ്ങനെ വലിയൊരു ഏരിയ അങ്ങനെ മലയുണ്ടാക്കുക. അതിൽ പിന്നീട് അവര് പച്ച വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നത്. ഇതിനകത്ത് അതുകൊണ്ട് രാജേഷ് ശർമ്മ ഒരു ഡയലോഗ് പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് നമ്മുടെ ഭരണകർത്താക്കൾക്ക് ഇത് സാധിക്കാത്തത്? അതിനുള്ള ഇച്ഛാശക്തി ഇല്ല. അതിന് വേറെ അനുബന്ധമായിട്ടൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോകാം. കാരണം വെച്ചാൽ എന്റെ വിവാഹത്തിന് മുമ്പ് ഇവിടെ ഡിക്ലെയർ ചെയ്യപ്പെട്ടിട്ടുള്ള സാധനമാണ് ശബരി റെയിൽ.
ഇതിപ്പോ എന്റെ മകന്റെ വിവാഹം കഴിഞ്ഞു. അങ്കമാലി ത്രൂ പോകുന്നത്. അങ്കമാലി ത്രൂ എന്റെ മകന്റെ 26-27 വർഷങ്ങൾക്കിപ്പുറം എന്റെ മകന്റെ വിവാഹം കഴിഞ്ഞു. അപ്പോഴും അതിന്റെ അലൈൻമെന്റ് പിടിച്ചോണ്ടിരിക്കുക ഇവിടെ. അതാണ് ഇവിടുത്തെ വികസനം, അതാണ് ഇവിടുത്തെ രാഷ്ട്രീയം. അപ്പം ഈ ജനത ഏതാണ് എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ, ഒരു ജനതയെ അറിയിക്കുന്ന ഭരണവും വികസനവും അവർക്ക് കിട്ടുള്ളൂ. ജനങ്ങളുടെ കുഴപ്പം തന്നെയാണ്. കാരണം നമ്മൾ അനാവശ്യത്തിന് സമരം ചെയ്യാൻ പോകും, ആവശ്യത്തിന് ആരും ഒരു സൊസൈറ്റി എന്നുള്ള നിലയിൽ ഇടപെടൽ നടത്തുന്നില്ല എന്നുള്ളത് വലിയൊരു ദുഃഖകരമായ അവസ്ഥയാണ്. ഇതിപ്പോ ഈ വികസനത്തിന്റെ യഥാർത്ഥ 2 തരം വികസനത്തിന്റെ ഇരകളാണ് അനിയന്റെ ഈ ഇതുവരെ എന്നുള്ള സിനിമയിലുള്ള എല്ലാ ക്യാരക്ടേഴ്സും. അപ്പം ഒരു തരത്തിൽ ഉള്ള ഒരു വികസനം എന്ന് പറയുന്നത് മാലിന്യവും അതിന്റെ ഇപ്പൊ പറഞ്ഞ കുടിവെള്ളത്തിലെ പ്രശ്നം, അതുപോലെ തന്നെ പുക കാരണം ശ്വസിക്കാൻ പറ്റാതെ ജീവശ്വാസം പോലും വലിച്ച് ആകെ മരണത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. ഒപ്പം ഇതേപോലെ തന്നെ നമ്മള് പ്രകൃതിയിൽ സമ്പന്നമാണ് നിൽക്കുന്ന മലയോര ഗ്രാമങ്ങളും ഈ തരത്തിൽ മറ്റൊരു തരത്തിൽ വലിയ രീതിയിലുള്ള പ്രകൃതി ചൂഷണമൊക്കെ നടന്നു പോകുന്ന ഒരു സംഭവം കൂടിയിലുണ്ട്. ഇത് വികസനത്തിൽ ഇപ്പൊ കോറി എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് വലിയൊരു കോറി ഉണ്ടെങ്കിൽ മറ്റൊരു സ്ഥലത്ത് വലിയ വികസന പ്രവർത്തനം നടത്താൻ വേണ്ടി വലിയൊരു കുന്നിടിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഒരു വികസനം ഉണ്ടാക്കുന്നത്. ഇപ്പൊ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പെരുമ്പാവൂരും കോതമംഗലത്തുള്ള എത്രയോ വലിയ കുന്നുകൾ ഇടിച്ച് നിരക്കാക്കിയിട്ടുണ്ട്. അപ്പൊ അവിടെ കുടിനീർ വെള്ള പ്രശ്നം വരും, അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ വരും. ഇപ്പൊ ഈ കോറി തന്നെ വലിയ കുടിനീർ വെള്ള പ്രശ്നങ്ങളാണ് ഇനി അവിടെ വരാൻ പോകുന്നത്. ഇതെന്തുകൊണ്ടാണ് അഡ്രസ് ചെയ്യാത്തത് എന്നുള്ളതാണ്. അതുപോലെ ഈ കോറിയുടെ തന്നെ എനിക്ക് ഇതിന്റെ സ്പാർക്ക് കിട്ടുക, ഇത് ഞാനത് ഫിക്ഷൻ ആയിട്ട് ക്രിയേറ്റ് ചെയ്തത്. അത് മറ്റേ കാന്തല്ലൂര് പ്ലേസ് എന്നുള്ളത് ആക്ച്വലി ഇറ്റ് ഇസ് നോട്ട് ഫിക്ഷൻ. അത് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. കോഴിക്കോട് സൈഡിൽ ഇങ്ങനെ ഒരു സ്കൂളിന് ശാപമായ ഒരു കോറി പ്രവർത്തിച്ചതിനെ പറ്റി കുറെ വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഇതിലേക്ക് കൊണ്ടുവന്ന ഒരു ഇതാണ്. അപ്പം പ്രത്യേകിച്ച് ഹൈറേഞ്ച് പോലുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ കോറികൾ ഇപ്പം എനിക്ക് തോന്നുന്ന കുറെ കോറികളെല്ലാം നിർത്തിച്ചിട്ടുണ്ട് ഹൈറേഞ്ച് ഈ അടുത്ത കാലത്ത് വരെ. അപ്പം ഓൺ ആൻഡ് ഓഫ് ഇത് വന്ന് പാറ പൊട്ടിച്ച് ഞാൻ ലൊക്കേഷൻ നോക്കി പോയി ഒരിടത്ത് പോയപ്പോഴത്തേനും ഏകദേശം തമിഴ്നാട് ബോർഡറിലുള്ള ഒരു കോറി അത് പൊട്ടിച്ച് ഏകദേശം ഇനി ഒരു കുറെ വർഷങ്ങൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ചൂടുകാറ്റാണ് ഇങ്ങോട്ട് കയറി വരാൻ പോകുന്നത്. ആ മലയാണ് ശരിക്കും ഇത് തടുത്ത് നിർത്തിയിരിക്കുന്നത്. അത് ആ ആവാസ വ്യവസ്ഥ ഉൾപ്പെടെയുള്ള നമ്മുടെ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ഉൾപ്പെടെ ചേഞ്ച് ചെയ്യുന്ന ഒരു ലെവലിലേക്കാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വികസനം എന്ന് പറയുന്നത്, വികസനം ഓഫ് കോഴ്സ് വേണം. വികസനം ലോകത്തെല്ലായിടത്തും വികസനം ഉണ്ടല്ലോ. നമ്മുടെ ടൈപ്പിലുള്ള വികസനമില്ല. ഞാനത് മുമ്പേ ആ റെയിൽവേ ലൈനിന്റെ കാര്യം പറഞ്ഞ നമ്മുടെ മോഡൽ, കേരള മോഡൽ എന്ന് വലിയ ഹൈലൈറ്റ് ചെയ്യുന്ന വികസനം അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അല്ല, അതാ ഇപ്പം ഡോക്ടറോട് ചോദിക്കാം. ഡോക്ടർ 10 വർഷമായിട്ട് ദുബായിലുണ്ട്. ദുബായ് ഓരോ ദിവസവും ഇപ്പം ഇവിടുന്ന് വന്നിട്ട് 3-ാമത്തെ ദിവസം ദുബായ് ചെല്ലുമ്പോൾ വേറൊരു രീതിയിൽ ദുബായിയാണ്. അത്രയും വലിയ വികസന പ്രവർത്തനം നടത്തുന്നത്. പക്ഷെ അവിടെ ഈ ഇപ്പൊ ഉള്ള ചൂട് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ചൂട് കൂടുതൽ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു. അപ്പം മാഡവും അവിടെ ദീർഘകാലമായിട്ട് ദുബായിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഇവിടെ വരുമ്പോ ചൂട് കൂടുതൽ, ഇവിടുത്തെ ചൂട് സഹിക്കാൻ പറ്റാതെ ചൂടായി മാറിയിരിക്കുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള പരിസ്ഥിതി വിഷയങ്ങളും കൂടി യഥാർത്ഥത്തിൽ ഈ സിനിമ പറയുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ അതിനെ അഡ്രസ് ചെയ്യുന്നത്? ഈ പരിസ്ഥിതി വിഷയം ചോദിച്ചത്. ചൂട് കൂടുന്നു, നമുക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടാകുന്നു. അവിടത്തേലും ചൂട് സഹിക്കാൻ പറ്റാത്ത ചൂട് എന്ന് പറയാൻ ഇവിടെ തന്നെയാണ്. ഇപ്പൊ അവിടെ കൂടുതൽ മഴയുണ്ട് അല്ലേ? ഇവിടെ കിട്ടുന്നതിലും കൂടുതൽ മഴയാണ് ദുബായില്. മഴയും മീൻസ് മഴ കൃത്രിമ പെയ്യുകയില്ല. നമ്മള് ആകെ ചെയ്യുന്ന കൃത്രിമമായിട്ട് വേസ്റ്റ് കൊണ്ട് ഇവിടെ പരിസ്ഥിതിയുടെ ഈ പ്രശ്നം തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. എന്താ വെച്ചാൽ ഇതിപ്പോ നമ്മള് ഒരു ന്യൂസ് കേട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഒരു പേപ്പറിൽ വായിച്ചിട്ടുണ്ടെന്ന് വെച്ചാല് അങ്ങനെ ഉണ്ടായി, അന്നത്തെ ആ ഒരു വിഷമം അല്ലെങ്കിൽ 2 ദിവസം ആ വിഷമം നിൽക്കും. പക്ഷെ ഈ സിനിമയിൽ പറയണത്, ഈ സിനിമ ഈ ബ്രഹ്മപുരത്തിന് മാത്രമല്ല പറയണത്, ഇതിലൊരു കുടുംബത്തിന്റെ മനോഹരമായിട്ട് ഒരു ജീവിച്ചിരുന്നു പോയിക്കൊണ്ടിരുന്ന കുടുംബത്തിൽ വരുന്ന ദുരന്തങ്ങള്. അപ്പൊ തീർച്ചയായിട്ടും നമ്മളുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മളുടെ വേണ്ടപ്പെട്ടവർക്കോ വരുമ്പോൾ മാത്രമേ നമുക്ക് അതൊരു ദുരന്തമായിട്ട് അല്ലെങ്കിൽ അതിനുള്ള ഒരു റെമഡി അന്വേഷിച്ച് പോകുന്നുള്ളൂ. പക്ഷെ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യാണ്ട് അതിൽ മുന്നേ നമുക്ക് ഓരോരുത്തർക്കും എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ചെയ്യുമ്പോൾ അതികുറവാണ് അതിന്റെ അധികാരികൾക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ. ഇതിപ്പോ ഇതിൽ ഷാജോൺ അവസാനം ഒറ്റയാൾ സമരം ആരംഭിക്കുന്നത്. യഥാർത്ഥത്തിൽ എല്ലാ സമരങ്ങളും നമുക്കറിയാം. ഇബ്സന്റെ ഈ ഡോക്ടർ സ്റ്റോക്ക്മാൻ പറയുന്നുണ്ട്, ഏകനായി നിൽക്കുന്നതാണ് ഏറ്റവും കരുത്തൻ എന്ന് പറയുന്നുണ്ട്. ഇതിൽ ശരിക്കും ഏകനായി സമരം ചെയ്തുകൊണ്ട് അത് പിന്നീട് ജനങ്ങളെ കൊണ്ട് ഏറ്റെടുപ്പിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇനി അത്തരത്തിലൊരു സമരമൊക്കെ കേരളത്തിൽ നടക്കുമോ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള താല്പര്യങ്ങളും സ്വാധീനങ്ങളുമാണ് ഇവിടെ കേരളത്തിൽ. അതെ അതെ, അതല്ല ഈ പറഞ്ഞ പോലെ ഏകാംഗ സമരം കേരളത്തിൽ വിജയിക്കാനായിട്ട് പാടായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ സമൂഹത്തിന്റെ കാഴ്ചപ്പാട് തന്നെ വല്ലാതെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമരം തന്നെ
ഇപ്പം വിജയിക്കുന്ന ഒരു ഘട്ടമല്ല, അങ്ങനെ ഉള്ള ലെവൽ. അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ അതിലേക്ക് പോകാതെ നമ്മളിതിനെ വിളിക്കുന്ന ദൈവത്തിന്റെ സ്വന്തം നാടാണ്, ഗോഡ്സ് ഓൺ കൺട്രി. എനിക്കത് റീഫ്രേസ് ചെയ്ത് ഫൂൾസ് ഓൺ പാരഡൈസ് എന്ന് വിളിക്കേണ്ടി വരും. അല്ല, അങ്ങനത്തെ ഒരു ലെവലിൽ തന്നെയാണ് ഇപ്പം ആൾക്കാർ ഇതിലേക്ക് ഇത് സോഷ്യൽ മീഡിയയിൽ വന്നു കഴിയുമ്പോഴത്തേനും പറയും ഇവനാരാ ഇത് പറയാൻ. എനിക്ക് പറയാനുള്ളത് എൻ്റെ സൗകര്യത്തിന് എനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ് ഞാൻ പറയുന്നത്. അത് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ ഓക്കെ, വെല്ലാൻ ഗുഡ്. പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കുക, കണ്ണ് തുറക്കുക, കാത് തുറന്ന് കേൾക്കുക എന്താണ് ചുറ്റുവട്ടത്ത് നടക്കുന്നുള്ളത്. ഇത് മതിയോ? ഗോഡ്സ് ഓൺ കൺട്രി എന്ന് വിളിക്കുന്ന ഈ നാട് ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോയാൽ മതിയോ എന്നുള്ളത് ഓരോരുത്തരും ചിന്തിക്കേണ്ട അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഇനി വരുന്ന ജനതയ്ക്ക് ഇവിടെ താമസം സാധ്യമോ എന്ന് പറഞ്ഞുകൊണ്ടൊരു കവിതയുണ്ട്. യഥാർത്ഥത്തിൽ ഇതുവരെ എന്നുള്ള സിനിമ പറയുന്നതും ഇത് തന്നെയാണ് പറയുന്നത്. അത് കവിത എഴുതുന്നവൻ കവിത എഴുതുന്നു, സിനിമ എടുക്കാൻ പറ്റുന്ന ആൾ സിനിമ എടുക്കുന്നു, ചിത്രം വരക്കാൻ പറ്റുന്ന ആൾ ചിത്രം വരയ്ക്കുന്നു. അതാണ്. പക്ഷെ ഇത് പറ്റുമോ ഇല്ലയോ എന്നതിനേക്കാളപ്പുറം നമുക്ക് പ്രതികരിക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്തെങ്കിലും നമ്മൾ പ്രതികരിക്കുന്നു എന്നുള്ളൊരു സന്ദേശം കൂടിയാണല്ലോ ഈ സിനിമയിലൂടെ പറയുന്നത്. തീർച്ചയായിട്ടും. അല്ല, അത് ആ ഒരു ഇത് ആ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഡോക്ടർ പ്രൊഡ്യൂസ് ചെയ്യാൻ സമ്മതിക്കുകയും അങ്ങനെ ഇത് കൊണ്ടുവന്ന് നമുക്ക് ഓഫ് കോഴ്സ് മണി ഈസ് ഇൻവോൾവ്. ആ മണി തിരിച്ചു കിട്ടണം. മറ്റേ നത്തിങ് ഈസ് ഫ്രീ ഇൻ ദിസ് വേൾഡ്. നമ്മൾ ഈ പറയുന്ന പോലെ എല്ലാത്തിനും അതിൻ്റെതായ ഒരു വിലയുണ്ട്. അപ്പം ഇത് ജനങ്ങളുടെ മുമ്പിലേക്ക് ഇപ്പൊ സിനിമ എടുക്കുന്നവർ ഒരു ആശയം വെച്ചിട്ട് എന്റർടൈൻമെന്റ് പർപ്പസ് ആവും, അല്ലെങ്കിൽ എഡ്യൂക്കേറ്റീവ് പർപ്പസ് ആവും, ഇത് കൊണ്ടുവെക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അധ്വാനവും പണവും വെച്ചിട്ട് തന്നെയാണ്. അപ്പൊ അതിൽ കഴമ്പുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതെങ്കിലും അംഗീകരിക്കാനായിട്ടുള്ള മനസ്സ് ഉണ്ടാവണമെന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഇപ്പൊ ഇവിടെ വരുന്ന സിനിമകൾ മുഴുവൻ കഴിഞ്ഞ വർഷം മുഴുവൻ ദുരന്തമായിരുന്നു. സിനിമ ഉണ്ടാക്കി 224 സിനിമകളെങ്ങാണ്ട് റിലീസ് ചെയ്തില്ല, സെൻസർ ചെയ്തിട്ടുണ്ട്. ഇത്രയും സിനിമ അല്ല, 224 സിനിമകൾ കഴിഞ്ഞ വർഷം റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൽ 80-90% ദുരന്തങ്ങളായിരുന്നു. പക്ഷെ ഈ വർഷം വന്നപ്പോഴത്തേക്കും മാറിയിട്ടുണ്ട്, അതിഭീകരമായ മാറ്റം വന്നിട്ടുണ്ട്. ഈ ഷാജോന്റെ തന്നെ ആട്ടം എന്ന് പറയുന്ന പടത്തിൽ നിന്നാണ് തുടങ്ങിയത്. അത് നേരിൽ തുടങ്ങി പിന്നീട് ഇങ്ങനെ വന്നപ്പോഴത്തേക്കും തിയേറ്ററിക്കൽ കളക്ഷൻ. ഇതാരും ഇത് ഇവിടുത്തെ ഒരു ക്രിട്ടിക്കോ അല്ലെങ്കിൽ ഒരു ബിസിനസ് മാഗ്നറ്റോ ആരും പ്രവചിക്കാത്ത ഒരു സംഭവമാണ്. അത് സിനിമാ ലോകത്ത് എനിക്ക് തോന്നുന്നത് ഓൾ ഓവർ ദ വേൾഡ് കേരളത്തിൽ മാത്രം സംഭവിച്ചതാണ്. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. മേ ബി അതിന്റെ കണ്ടന്റിന്റെ ഇതായിരിക്കാം, അല്ലെങ്കിൽ ആൾക്കാർ വേറെ ഒരു ലെവലിലേക്ക് ചിന്തിക്കുക. ഈ കൊറോണയ്ക്ക് ശേഷം വേറൊരു എക്സ്പീരിയൻസ് എന്നുള്ള ലെവൽ, കാരണം എന്റർടൈൻമെന്റ് മൊബൈൽ എന്നുള്ള ലെവലിലേക്ക് വന്നപ്പം ഇതിൽ ഇറിറ്റേഷൻ കണ്ടെത്തുന്ന ആൾക്കാർ കൂടുതലായി അങ്ങനെ പോകുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ ടെലിവിഷൻ ഉൾപ്പെടെ വാർത്തകൾ ഉൾപ്പെടെ മറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ആൾക്കാർ അതൊന്നും ശ്രദ്ധിക്കാതെ ഈ ടെലിവിഷൻ മേഖലയിൽ പോലും ഒരു മാന്ദ്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേനും ഒരു മനുഷ്യന്റെ ചിന്താഗതിയിലുള്ള മാറ്റത്തിന്റെ ഒരു ഇതായിരിക്കാം തിയേറ്ററിലേക്ക് അഗൈൻ ഒരു സൊസൈറ്റിയിൽ തിരിച്ചു വരവ് എല്ലാറ്റിലും ഉണ്ട്, എല്ലാ സ്ഥലത്തും അങ്ങനെ ആയിരിക്കും. ആ ഒരു ഓരോ കാലഘട്ടത്തിലെ ഒരു സൈക്കിൾ എന്നുള്ള ലെവലിൽ ഇപ്പൊ ഈ വർഷം എന്തായാലും ഭയങ്കര പോസിറ്റീവായിട്ടുള്ളത് നല്ല കാര്യമാണ്. അപ്പൊ സിനിമ കണ്ടവരെല്ലാം നല്ല റെസ്പോൺസ് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വിഷയമായിട്ട് സംസാരിക്കുന്ന സമയത്ത് സത്യനന്ദിക്കാട് പറഞ്ഞു, മലയാള സിനിമയിൽ വലിയ ചേഞ്ചസ് ഉണ്ടായിക്കൊണ്ട് എനിക്ക് ഭയമാകുന്നു. അതായത് എന്താണ് ഇനി ആളുകൾ സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ളത്. അപ്പം ഡോക്ടർ ശരിക്കും സിനിമയിലുണ്ടാകുന്ന മാറ്റങ്ങളെ കറക്റ്റായിട്ട് ഉൾക്കൊണ്ടുകൊണ്ടാണ് സിനിമ നിർമ്മിക്കാൻ വേണ്ടി വരുന്നത്? അങ്ങനെ തീർത്തും പറയാൻ പറ്റില്ല. ഇതിൽ കുറെ ആഗ്രഹങ്ങളുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞില്ല, കുറച്ച് സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടാവാം. പല കാരണങ്ങളുണ്ട്. തീർച്ചയായിട്ടും വാണിജ്യപരമായ വിജയം വേണമെന്ന് ആഗ്രഹിക്കുന്നുമുണ്ട്. പക്ഷെ അത് എപ്പോഴും കിട്ടണമെന്നില്ല. കിട്ടിയില്ല എന്ന് വെച്ചിട്ട് നമ്മൾ അതോടെ നിരാശപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കുന്ന നേച്ചറൊന്നുമല്ല. നമ്മൾ ശ്രമിക്കും, നടത്തും. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച ഒരു കാര്യം എന്തായാലും നടന്നിട്ടുണ്ട്. ഇതിലൂടെ നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ഒട്ടുമിക്ക മലയാള സിനിമയും കാണുന്നയാളാണ്. ഒരു 2-3 വർഷത്തിനിടയിൽ കണ്ട സിനിമകളിൽ ഇത്രത്തോളം ഒരു മലയാളിക്ക് വേണ്ട ഒരു സബ്ജക്റ്റ്, മലയാളി അറിഞ്ഞിരിക്കേണ്ട ഒരു സബ്ജക്റ്റിനെ പച്ചയായി പറയുന്ന ഒരു ചിത്രം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരുപക്ഷെ എൻ്റെ കാഴ്ചപ്പാടിന് വ്യത്യാസമായിരിക്കും, പക്ഷെ എനിക്കത് തോന്നിയിട്ടില്ല. അതിലൊരു സംതൃപ്തി ഉണ്ട് തീർച്ചയായിട്ടും. ഇങ്ങനെ ഒരു സിനിമയിൽ അവസരം കിട്ടിയതിൽ എന്താണ്? അതിൽ വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സിനിമയാണ്. അതുകൂടാതെ ഒരു നാഷണൽ അവാർഡ് സുരഭിലക്ഷ്മിക്ക് നേടിക്കൊടുത്ത ഒരു ഡയറക്ടറുടെ DOPന്റെ ഒരു പടമാണ്. അപ്പോൾ അതിലുള്ള ക്രൂ എല്ലാം അവരുടെ ഒപ്പം അഭിനയിക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്.
പിന്നെ അതിന് എന്നെ റെഫർ ചെയ്തവരോട് വലിയ സന്തോഷം. അല്ലടെ ഈ സിനിമ ഇനിയിപ്പം എങ്ങനെ ഏതൊക്കെ രീതിയിലാണ് ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്? അല്ല, ഇത് നമ്മൾ ഒരുപാട് ഫെസ്റ്റിവൽസിൽ അയച്ചിട്ടുണ്ട്. ഇപ്പൊ 4 ഫെസ്റ്റിവലിൽ ഓൾറെഡി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് 2 ഫെസ്റ്റിവൽസ് ബെസ്റ്റ് എൻവയറമെന്റൽ നമ്മുടെ ഫെസ്റ്റിവലാണ് നമ്മൾ ഫെസ്റ്റിവൽ വെച്ചാൽ കണ്ടുപിട്ടുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ആ ഫെസ്റ്റിവൽ സർക്യൂട്ടിൽ പോയതുകൊണ്ടാണ് ഇതിന്റെ ഒരു മാർക്കറ്റിംഗ്, ഡിജിറ്റൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ABC ടോക്കീസ് അവര് അത് കണ്ടിട്ടാണ്. അത്തരത്തിലുള്ള അപ്രിസിയേഷൻ കിട്ടുമ്പോഴാണ് നമുക്ക് ഇത് ഊർജം പകരുന്നത്. ഇപ്പൊ നമ്മള് എന്താ പറയാ, ഇത് ഇപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ ഈ നമ്മൾ ട്രൈ ചെയ്തു സക്സീഡ് ചെയ്തില്ലെങ്കിൽ നിരാശരായിട്ട് ഇരിക്കുക എന്നുള്ളത്, അത് മനുഷ്യന് ഒരു കാരണവശാലും അങ്ങനെ ഒരു നമ്മുടെ തലപൊഴുത്തി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുതെന്നുള്ള ഒരു കാഴ്ചപ്പാടുള്ള ആളാണ് ഞാൻ. കാരണം വെച്ചാൽ അത് തന്നെയാണ് ഞാനിവിടെ വിജയകുമാർ പറഞ്ഞ ബെഞ്ചമിൻ എന്ന ക്യാരക്ടറിലൂടെ പറയാൻ ശ്രമിച്ചത് തന്നെ. കാരണം 80% ആൾക്കാർക്കും എന്താ വെച്ചാൽ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും, പക്ഷെ നമുക്ക് ഒരു 10% പോലും സക്സസ് ഉണ്ടാവത്തില്ല. പക്ഷെ നമ്മൾ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ട്, ദാറ്റ് ഇസ് ലൈഫ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നിരാശനായി ആൾക്കാർ ആത്മഹത്യയുടെ എണ്ണം കൂടും. അതുകൊണ്ടാണ് അയാളെ കൊണ്ട് തന്നെ ഇത് പറഞ്ഞത്. അയാൾ പറഞ്ഞിട്ടുണ്ട്, ഐ ചേസ്ഡ് സക്സസ് അഗെയിൻ ആൻഡ് അഗെയിൻ ബട്ട് സക്സസ് റാൻ അവേ ഫ്രം മീ. നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരവസ്ഥയാണ്. നമ്മൾ ഒരു സക്സസിന് വേണ്ടി പുറകെ പോകുന്നു, പക്ഷെ സക്സസ് നിൽക്കുന്നില്ല, നമ്മളിൽ നിന്ന് ഓടി പോകും. പക്ഷെ എന്ന് വെച്ച് നമ്മളൊരു പരാജയമാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ തീരും, പിന്നെ നമുക്കൊരു നെക്സ്റ്റ് സ്റ്റെപ്പ് ഉണ്ടാവത്തില്ല. അപ്പം ഇത് കാരണം ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഊർജം പടം റിലീസ് ചെയ്ത് ഇപ്പൊ കണ്ട ആൾക്കാരിൽ നിന്ന് കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ്. അപ്പം വലിയൊരു കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റിൽ ഒരുപാട് പേര് കണ്ട് അങ്ങനെയുള്ള ഒരു സംഭവം വന്നില്ലെങ്കിൽ പോലും ചെയ്തതിനുള്ള ഒരു അപ്രിസിയേഷൻ എന്തായാലും വന്നിട്ടുണ്ട്. അപ്പൊ അതൊരു മുമ്പോട്ട് പോകാനായിട്ടുള്ള ഊർജം തന്നെയാണത്. തീർച്ചയായും സാമൂഹ്യ പ്രതിബദ്ധത എന്നുള്ള ഒരു കലാകാരന് സാമൂഹ്യ പ്രതിബദ്ധത ആവശ്യമുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചാൽ യഥാർത്ഥത്തിൽ എൻ്റെ ഒരു അഭിപ്രായം കലാകാരന് സാമൂഹ്യ പ്രതിബദ്ധത ആവശ്യമുണ്ട് എന്ന് തന്നെയാണ്. കാരണം എങ്കിൽ മാത്രമേ അവൻ സമൂഹത്തിന്റെ ഭാഗമാവുന്നു. അപ്പൊ ആ രീതിയിൽ നോക്കുന്ന സമയത്ത് എന്തായാലും സാറ്റിസ്ഫൈഡ് ആണ്. അപ്പം ഇനി കൂടുതൽ ഈ സിനിമ കൂടുതൽ ആളുകൾ കാണട്ടെ, അതിനുവേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു. നമ്മുടെ സാഹിത്യത്തിന് നന്ദി.